നിങ്ങൾ എത്രയൊക്കെ സ്കിൻ കെയർ ചെയ്താലും ഗ്ലോ അപ്പ് പ്രോഡക്ട്സ് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഗ്രൂമിംഗ് റൂട്ടീൻ പാലിച്ചാലും ഈ 7 ഹാബിറ്റ്സ് ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഒരിക്കലും ഇംപ്രൂവ് ചെയ്യില്ല. വാസ്തവത്തിൽ ഈ ചെറിയ പിഴവുകളാണ് നിങ്ങളുടെ നാച്ചുറൽ ഗ്ലോ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഏറ്റവും ഡേഞ്ചറസ് ആയ കാര്യം എന്തെന്നാൽ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഫേസിന് സ്വയം ഡാമേജ് വരുത്തുന്നത് നിങ്ങൾ പോലും നോട്ടീസ് ചെയ്യുന്നില്ല എന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഓരോ ദിവസവും ആവറേജ് ആക്കുന്ന ആ 7 ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ പോകുകയാണ്. നിങ്ങൾ ഇന്നു മുതൽ ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ വെറും 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ കഴിയും. അതിനാൽ വീഡിയോ എൻഡ് വരെ കാണുക. കാരണം ലാസ്റ്റ് പോയിന്റ് ഏറ്റവും അണ്ടർറേറ്റഡ് ആയതും നിങ്ങൾ അട്രാക്റ്റീവ് ആകുന്നുണ്ടോ ടയർഡ് ആകുന്നുണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതും അതാണ്. നിങ്ങളുടെ ഫേസ് ഏറ്റവും കൂടുതൽ ടയർഡായി കാണപ്പെടുന്നത് എപ്പോഴാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ലേറ്റ് നൈറ്റ് ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ, യൂട്യൂബ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു റീൽ കൂടി എന്ന ചിന്തയിൽ 2 മണിക്ക് ഉറങ്ങാൻ പോകുമ്പോൾ, രാത്രിയാണ് നിങ്ങളുടെ ബോഡിയും സ്കിന്നും റിപ്പയർ ചെയ്യപ്പെടുന്ന സമയം. നിങ്ങൾ എത്ര ലേറ്റായി ഉറങ്ങുന്നുവോ അത്രയും ലെസ് ടൈമേ സ്കിന്ന് റിക്കവർ ചെയ്യാൻ ലഭിക്കൂ. റിസൾട്ട് ഡൾ സ്കിൻ, ഡാർക്ക് സർക്കിൾസ്, ഫേസും ക്ഷീണിച്ചായി കാണപ്പെടും. അതുകൊണ്ടാണ് നിങ്ങൾ മോർണിംഗിൽ കോൾഡ് വാട്ടറിൽ ഫേസ് വാഷ് ചെയ്താലും ആ ഫ്രഷ്നെസ് മിസ്സിംഗ് ആയി തോന്നുന്നത്. ബിക്കോസ് നിങ്ങളുടെ ഫേസ് റെസ്റ്റ് എടുക്കുന്നില്ല, സർവൈവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു സ്റ്റഡി അനുസരിച്ച് നിങ്ങൾ 7 മുതൽ 8 മണിക്കൂർ വരെ പ്രോപ്പർ സ്ലീപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ ബോഡി കൊലാജൻ ഉണ്ടാക്കുന്നു. ഇത് സ്കിന്നെ ടൈറ്റും ഗ്ലോയിങ്ങുമാക്കുന്നു. പക്ഷേ സ്ലീപ്പ് സൈക്കിൾ മോശമാണെങ്കിൽ കൊലാജൻ കുറയുകയും ഫേസ് ഏജ്ഡും ലൈഫ്ലെസ്സുമായി തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ഒരു സിമ്പിൾ റൂൾ ഓർക്കുക: സ്ലീപ്പ് ഏർലി ഈസ് ഈക്വൽ ടു നാച്ചുറൽ സ്കിൻ കെയർ. നിങ്ങൾ ഒരു പ്രോഡക്റ്റും ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ പ്രോപ്പർലി ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നാച്ചുറലായി ഗ്ലോ ചെയ്യും. ഹാബിറ്റ് 2: ഫേസ് ടച്ച് ചെയ്യാനുള്ള ശീലം. ഇനി ഏതാണ്ട് എല്ലാവരും റിയലൈസ് ചെയ്യാതെ ചെയ്യുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഫേസ് ടച്ച് ചെയ്യുന്നത് ഒരു നോർമൽ ഹാബിറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇതാണ് നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസിന്റെ ഹിഡൻ റീസൺ. ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ദിവസം മുഴുവൻ ഫോൺ, കീബോർഡ്, ഡോർ ഹാൻഡിൽസ് എന്നിവ ടച്ച് ചെയ്യുന്നു. ഇവയെല്ലാം ബാക്ടീരിയ നിറഞ്ഞതാണ്. നിങ്ങൾ അതേ കൈകൾ കൊണ്ട് നിങ്ങളുടെ ഫേസ് ടച്ച് ചെയ്യുമ്പോൾ ആ ബാക്ടീരിയ നേരിട്ട് സ്കിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇത് പോർസ് ക്ലോഗ് ആക്കാനും പിമ്പിൾസ് ഉണ്ടാക്കാനും കാരണമാകുന്നു. നിങ്ങൾ ലോകത്തിലെ ബെസ്റ്റ് ഫേസ് വാഷ് ഉപയോഗിച്ചാലും ഈ ഹാബിറ്റ് ഉപേക്ഷിക്കുന്നതുവരെ ആക്നി ഒരിക്കലും പൂർണ്ണമായി ക്ലീൻ ആവില്ല. സിമ്പിൾ റൂൾ: ഫേസിൽ ക്ലീൻ ഹാൻഡ്സ് അല്ലെങ്കിൽ ടവൽ മാത്രം ഉപയോഗിക്കുക. ഹാബിറ്റ് 3: ഡീഹൈഡ്രേഷൻ. നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യുമോ ഡള്ളായി കാണപ്പെടുമോ എന്നത് നിങ്ങൾ എത്രത്തോളം വാട്ടർ കുടിക്കുന്നു എന്നതിനെ നേരിട്ട് ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ സ്കിൻ ടൈറ്റ് ആവുകയും റഫ് ഫീൽ ചെയ്യുകയും ആ നാച്ചുറൽ ഗ്ലോ കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എത്ര എക്സ്പെൻസീവ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സീറം ഉപയോഗിച്ചാലും അത് പുറത്തുനിന്ന് മാത്രമേ പ്രവർത്തിക്കൂ, അകത്തുനിന്ന് റിസൾട്ട് തരില്ല. നിങ്ങളുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കി നിലനിർത്തുന്ന ഫ്യൂലാണ് വാട്ടർ. ഇത് ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നു, ടോക്സിൻസിനെ ഫ്ലഷ് ചെയ്യുന്നു. ഇതുവഴി പോറസ് ക്ലീനായി നിലനിൽക്കുകയും ആക്നെ കുറയുകയും ചെയ്യുന്നു. ദിവസവും 3-4 ലിറ്റർ വെള്ളം കൺസിസ്റ്റന്റ് ആയി കുടിക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഡിഫറൻസ് ഫീൽ ചെയ്യും. സ്കിൻ സോഫ്റ്റ് ആയി തോന്നും, ടയർഡ്നെസ് കുറയും, ഫേസിൽ ഒരു നാച്ചുറൽ ഫ്രഷ്നെസ് വരും. ഹാബിറ്റ് 4: സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക. സൺസ്ക്രീൻ ബീച്ച് ട്രിപ്പുകൾക്കോ വേനൽക്കാലത്ത് മാത്രമുള്ളതോ ആണെന്നാണ് മിക്കവരുടെയും കോമൺ മിസ്റ്റേക്ക്. എന്നാൽ സത്യം ഇതാണ്: UV റേസ് നിങ്ങളെ എല്ലായിടത്തും ഡാമേജ് ചെയ്യുന്നു. നിങ്ങൾ വീടിനകത്തായിരിക്കുമ്പോഴോ മൊബൈൽ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ വിൻഡോയുടെ അടുത്ത് ഇരിക്കുകയാണെങ്കിലോ പോലും ഈ റേസ് പതുക്കെ നിങ്ങളുടെ സ്കിന്നിലെ കോളജൻ തകർക്കുന്നു. ഇത് വ്രിങ്കിൾസ്, പിഗ്മെന്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ എന്നിവയ്ക്ക് കാരണമാകുന്നു. സൺസ്ക്രീൻ അടിസ്ഥാനപരമായി നിങ്ങളുടെ സ്കിന്നെ ഏജിംഗിൽ നിന്നും ടാനിങ്ങിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇൻവിസിബിൾ ഷീൽഡാണ്. ദിവസവും രാവിലെ ഫേസ് വാഷിന് ശേഷം സൺസ്ക്രീൻ ഇടുന്നത് ഒരു മാൻഡറ്ററി സ്റ്റെപ്പായിരിക്കണം. നിങ്ങൾ കോളേജിൽ പോകുകയാണെങ്കിലോ വീട്ടിലിരിക്കുകയാണെങ്കിലോ ഇത് നിർബന്ധമാണ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ വെറും 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ തുടങ്ങും. ഹാബിറ്റ് 5: അമിതമായ ഷുഗർ കൺസംഷൻ. നിങ്ങൾ ദിവസവും കോൾഡ് ഡ്രിങ്കുകൾ, ചോക്ലേറ്റ്സ്, ബേക്കറി ഐറ്റംസ് എന്നിവ കുടിക്കുമ്പോൾ ഇത് കൊളാജൻ ബ്രേക്ക് ആക്കാൻ തുടങ്ങുന്നു. കൊളാജൻ ആണ് നിങ്ങളുടെ സ്കിന്നെ ടൈറ്റ്, സ്മൂത്ത്, യങ് ആയി നിലനിർത്തുന്ന പ്രോട്ടീൻ. എന്നാൽ ഷുഗർ കൂടുമ്പോൾ കൊളാജൻ വീക്ക് ആവുന്നു, സ്കിൻ ലൂസ് ആവാൻ തുടങ്ങുന്നു, പോർസ് വിസിബിൾ ആകുന്നു, ഫേസ് ടയർഡും ഏജ്ഡുമായി തോന്നുന്നു.
നിങ്ങൾക്ക് വെറും 18 മുതൽ 20 വയസ്സ് വരെയാണെങ്കിൽ പോലും ഷുഗർ വെറും ആക്നി മാത്രമല്ല വർദ്ധിപ്പിക്കുന്നത്, ഇത് നിങ്ങളുടെ ഹോർമോൺസും ഓയിൽ പ്രൊഡക്ഷനും ഡിസ്റ്റർബ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫേസ് ഓയിലിയും ഡള്ളുമായി കാണപ്പെടുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പ്രോസസ്ഡ് ഷുഗർ കുറയ്ക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ്, പേസ്ട്രീസ്, എനർജി ഡ്രിങ്ക്സ് എല്ലാം നിർത്തുക. അതിനുപകരം ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് കൂടാതെ നാച്ചുറൽ സ്വീറ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. വെറും 10 മുതൽ 15 ദിവസം ക്ലീൻ ഈറ്റിംഗ് ശീലമാക്കുക. ഹാബിറ്റ് 6. മൗത്ത് ബ്രീതിംഗ്. നിങ്ങൾ മൗത്ത് വഴി ബ്രീത് ചെയ്യുമ്പോൾ ഓക്സിജൻ ഫ്ലോ ശരിയായ രീതിയിൽ നടക്കുന്നില്ല. അത് കാരണം ഫേസ് പഫായി കാണപ്പെടുന്നു, സ്കിൻ ഡല്ലാകുന്നു. മൗത്ത് ബ്രീതിംഗ് കാരണം നിങ്ങളുടെ ഫേസ് നാച്ചുറലി സ്വോളൻ ആൻഡ് ടയർഡ് ആയി കാണപ്പെടുന്നു. ഏറ്റവും മോശം എന്തെന്നാൽ ഇതൊരു പ്രോബ്ലം ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നതാണ്. എന്നാൽ നിങ്ങൾ മൂക്കിലൂടെ ബ്രീത് ചെയ്യുമ്പോൾ ഓക്സിജൻ പ്രോപ്പർലി സർക്കുലേറ്റ് ആകുന്നു, ബ്ലഡ് ഫ്ലോ ബെറ്റർ ആകുന്നു, ഫേസ് ടൈറ്റും ഫ്രഷുമായി തോന്നുന്നു. മൂക്കിലൂടെ ശ്വാസമെടുക്കുന്നത് സ്കിന്ന് മാത്രമല്ല, നിങ്ങളുടെ പോസ്ചർ, എനർജി എന്നിവയ്ക്കും ഓവറോൾ ലുക്കിനും ഇമ്പോർട്ടന്റ് ആണ്. ഇന്നു മുതൽ കോൺഷ്യസ്ലി നോസ് വഴി ബ്രീത് ചെയ്യാൻ ട്രൈ ചെയ്യുക. പ്രത്യേകിച്ചും നിങ്ങൾ വർക്കൗട്ട്, സ്റ്റഡി അല്ലെങ്കിൽ ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ കഴിയും. ഹാബിറ്റ് 7. ഓവർ യൂസിംഗ് പ്രോഡക്ട്സ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇൻസ്റ്റന്റ് റിസൾട്ട്സ് വേണം. അതിനാൽ ആളുകൾ ഓരോ ദിവസവും പുതിയ ഫേസ് വാഷ്, സ്ക്രബ് അല്ലെങ്കിൽ സീറം എന്നിവ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഈ ഓവർ യൂസ് നിങ്ങളുടെ സ്കിന്നെ ഡാമേജ് ചെയ്യുന്നു. സ്കിൻ ഒരു നാച്ചുറൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നിങ്ങൾ അതിൽ കൂടുതൽ പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ അത് അതിന്റെ ഓയിൽ പ്രൊഡക്ഷനും pH ലെവലും ലോസ് ചെയ്യുന്നു. ഇതിന്റെ റിസൾട്ട് സ്കിൻ ഒന്നുകിൽ ഓവർ ഓയിലി ആവുന്നു അല്ലെങ്കിൽ ഡ്രൈ ആയി ഫേസ് ഡല്ലും റഫുമായി തോന്നുന്നു. ട്രൂത്ത് ഇതാണ്, സിമ്പിൾ റൂട്ടീൻ തന്നെയാണ് ബെസ്റ്റ്. ഒരു ജെന്റിൽ ഫേസ് വാഷ്, ഒരു ലൈറ്റ് മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. ഇത് ദിവസവും ഉപയോഗിക്കുക. ഹെൽത്തിയും ഗ്ലോയിങ് സ്കിന്നും ഇത് മതിയാകും. കൂടുതൽ പ്രൊഡക്ട്സ് എന്നാൽ കൂടുതൽ കെയർ എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് കൂടുതൽ കൺഫ്യൂഷനും ഡാമേജുമാണ്. വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.